ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്താ ഇതിന്റെ മാനദണ്ഡം? ജനസംഖ്യയാണോ, ദൂരമാണോ? ജനസംഖ്യയാണെന്നുണ്ടെങ്കിൽ 1 കോടിയിൽ പരം ആൾക്കാർ താമസിക്കുന്ന മഹാരാഷ്ട്രയിലെ താനെ ഇന്നേ വരെ ജില്ല വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. താനെയിൽ നടക്കുന്ന ഡെവലപ്മെന്റ് കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിൽ നടക്കുന്നുണ്ട്? ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്താ ഇതിന്റെ മാനദണ്ഡം? ജനസംഖ്യയാണോ, ദൂരമാണോ? ജനസംഖ്യയാണെന്നുണ്ടെങ്കിൽ 1 കോടിയിൽ പരം ആൾക്കാർ താമസിക്കുന്ന മഹാരാഷ്ട്രയിലെ താനെ ഇന്നേ വരെ ജില്ല വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. താനെയിൽ നടക്കുന്ന ഡെവലപ്മെന്റ് കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിൽ നടക്കുന്നുണ്ട്? വള്ളി പിടിക്കരുത് എന്ന് 100 വട്ടം വിചാരിക്കും. എന്നാലും കേവലം 10 വർഷം മുൻപ് വിഭജിച്ച ഒരു ജില്ല മഹാരാഷ്ട്രയിലെ താനെ തന്നെ എടുത്ത് ജില്ലാ വിഭജനത്തിനെതിരെയുള്ള ഉദാഹരണമായി ഉയർത്തിക്കൊണ്ടുവരുന്ന വിരോധാഭാസമൊക്കെ കാണുമ്പോൾ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു റെസിസ്റ്റ്. കുറച്ചുകൂടെ കൺസ്ട്രക്റ്റീവ് ആയ ഒരു അക്കാദമിക് ചർച്ചയാണ് ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത്. നോട്ട് സച്ച് ലൗഡ് ബട്ട് എംപ്റ്റി റിട്ടോറിക് എന്നാണ് തിരൂര് സബ് കളക്ടർ ആയിട്ടുള്ള ദിലീപ് കൈനിക്കരയുടെ ഒരു കുറിപ്പാണ് ഞാൻ പങ്കുവെച്ചത്. ഈ കുറിപ്പ് പങ്കുവെക്കുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇതേ സബ് കളക്ടർ ദിലീപ് കൈനിക്കരയുടെ ഈ ഗവൺമെന്റ് അധികാരത്തിലെത്തുന്ന നിമിഷം അദ്ദേഹം പങ്കുവെച്ച ഒരു കുറിപ്പുണ്ട്. അന്ന് ആ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന മലപ്പുറം ജില്ല, അന്ന് മലപ്പുറം ജില്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, അതിന്റെ കൂടെ വേണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കേരളത്തിലെ മറ്റുള്ള ജില്ലകൾ വേണമെങ്കിൽ ഒന്ന് വിഭജിച്ച് ഈസ് ഓഫ് ഡൂയിങ്ങിന് കുറച്ചുകൂടി ബെറ്റർ ആക്കി മാറ്റാം എന്നുള്ളതാണ് അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചത്. അപ്പോ അത് കഴിഞ്ഞ് ഇന്നലെ ഈ 24-ൽ ഒരു കാര്യമില്ലാത്ത ചർച്ചകളാ. ഞാൻ ഈ ചാനൽ ചർച്ചകളെ നമ്മൾ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാല് അതിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ മോസ്റ്റ്ലി അതിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കൃത്യമായി ഏതെങ്കിലും ഒക്കെ അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ വന്നിരുന്ന് ഈ പറയുന്ന യാതൊരു വാസ്തവ വിരുദ്ധമായിട്ടുള്ള അടിസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പുലബന്ധവുമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു കൂകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാലേ ഈ ചാനലുകാര് ഇന്ന് ഇതൊക്കെ വിളിച്ചു കൂകുമ്പോ ഇത് അടിസ്ഥാനമില്ലാത്തതാണ്, ഇതൊന്നും സംപ്രേഷണം ചെയ്യേണ്ടതില്ല, ഇതൊന്നും എയർ ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു ബോധം പോലും ഇവർക്കാർക്കും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെ? അപ്പോ ഇതാണ് ഈ പറയുന്ന ആളുകളുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ വന്നപ്പോഴാണ് ഈ ചാനൽ ചർച്ചയിൽ നിങ്ങൾ ആദ്യം കണ്ട ആ ക്ലിപ്പ്. ആദ്യം ചോദിക്കുന്ന വ്യക്തി എന്താണ് ഇതിന് അടിസ്ഥാനം? പോപ്പുലേഷൻ ആണോ, ദൂരമാണോ, ജിയോഗ്രഫിക്കൽ ഏരിയ ആണോ? അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലുതൊന്ന് വേറെ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ കൃത്യമായിട്ട് 2014-ൽ ഈ താനെ എന്താക്കിയിട്ടുണ്ട്? വിഭജിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, താനെ വിഭജിച്ച് 10 വർഷം പിന്നിടുന്നേ ഉള്ളൂ. താനെ വിഭജിച്ച് 10 വർഷമായ ഒരു ജില്ലയെ പറ്റിയാണ് അത് വിഭജിക്കണമെന്നുള്ള ഒരു ആവശ്യവും ഇതുവരെ ഉയർന്നിട്ടില്ല എന്ന് പറയുന്നത്. ഏത് 10 വർഷം മുമ്പ് വിഭജിച്ച് ഈ പറയുന്ന താനെയുടെ ഭാഗമായിരുന്ന പൽഗാറിനെ മറ്റൊരു ജില്ലയാക്കി മാറ്റിയിട്ടതിന് ശേഷമാണ് 36ാമത്തെ ഡിസ്ട്രിക്റ്റ് ആണ് പൽഗാർ ടു ബി മഹാരാഷ്ട്രാസ് 36th ഡിസ്ട്രിക്റ്റ് എന്നാ പറയുന്നത് പൽഗാർ. 2014-ലാണ് അങ്ങനെ ഒരു നടപടി ഉണ്ടായത്. അപ്പൊ 2014 മുതൽ 2026-ൽ എത്തിയിട്ടുള്ളൂ. 12 വർഷം എന്ന് വേണേൽ നമുക്ക് പറയാം. അപ്പോ ഈ 10 വർഷം മുമ്പ് വിഭജിക്കപ്പെട്ട് അതിന്റെ ബാക്കിയാണ് ഇപ്പൊ താനെ എന്ന് പറയുന്നത്. അപ്പോ 10 വർഷം മുമ്പ് വിഭജിച്ചതാണ്. അപ്പൊ എന്നിട്ട് പറയുന്നത് നോക്കൂ, താനെ വിഭജിക്കണ്ടേ? അങ്ങനെ ഒരു ആവശ്യം എവിടെയും ഉയർന്നിട്ടില്ല. ഇവിടത്തേക്കാൾ വലിയ വികസനമാണ് അവിടെ നടക്കുന്നത്, ഇവിടത്തേക്കാൾ വലിയ പോപ്പുലേഷൻ ആണ്, ഇവിടത്തേക്കാൾ വലിയ ജിയോഗ്രഫിക്കൽ ഏരിയ ആണ് അവിടെ ഉള്ളത് എന്നൊക്കെയാണ് വാദം. താനെ വിഭജിച്ചതാണ്, വിഭജിച്ചതിന് ശേഷമുള്ളതാണ്. അതും വിഭജിച്ച് 10 വർഷമായിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു 10 വർഷത്തിനിടയിലെ ഒരു ജില്ലയെ 2 തവണ അല്ലെങ്കിൽ 3 തവണ ഒന്നിലേറെ തവണ വിഭജിക്കുമോ? സ്വാഭാവികമായിട്ടും അതൊരു ഗവൺമെന്റ് പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതാ, അല്ലെ? ഇവിടെ മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മലപ്പുറം എന്ന് കേൾക്കുമ്പോ ഇപ്പൊ കേരളത്തിൽ വിഭജിക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് വിഭജിക്കപ്പെടേണ്ടതും വിഭജിക്കുന്നതും ഏത് ജില്ലയായിരിക്കും? മലപ്പുറമായിരിക്കും. അപ്പൊ ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോ വല്ലാത്ത മൂലം കടച്ചിലാണ്.
പലർക്കും പലർക്കും എല്ലാവർക്കും ഇല്ല കേട്ടോ. വളരെ ചില അപൂർവ ഇനം ചില ആളുകളുണ്ട്, അവർക്കാണ് ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത മൂലം കടച്ചിലുകൾ നടത്തുന്നത്. അവർക്ക് വലിയ അസ്വസ്ഥതയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 1969 ജൂൺ 16 ഈ പറയുന്ന മലപ്പുറം എന്ന് പറയുന്ന ജില്ല രൂപീകരിക്കപ്പെടുന്നത്. ആ ജില്ലയില് ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള, ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള, കേരളത്തിൽ അത്തരത്തില് ഇത്രയധികം പോപ്പുലേഷൻ ഉള്ള നിയമസഭാ മണ്ഡലങ്ങളുള്ള അഡ്മിനിസ്ട്രേഷനെ ഇത്രമാത്രം കുഴക്കുന്ന ഒരു ജില്ല മറ്റൊന്നില്ല. അപ്പോ ആ ജില്ല വിഭജിക്കണം. അവിടെ ഈസ് ഓഫ് ഡൂയിങ് വളരെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം. ദിലീപ് കൈനിക്കര എന്ന് പറയുന്ന വ്യക്തി തിരൂർ സബ് കളക്ടറാണ്. ഈ കളക്ടർ പദവിയിൽ ഇരുന്നു കൊണ്ട് ഈ വ്യക്തി നടത്തിയ ആ ഒരു ആവശ്യം, അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. എന്താണത്? അന്ന് അദ്ദേഹം പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ്ങിന് വേണ്ടിയിട്ട് വളരെ അനിവാര്യമായിട്ട് ഈ കാര്യങ്ങൾ ഉണ്ടാവണമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോ അന്ന് 2026 മെയ് 7 ദിലീപ് കൈനിക്കര അങ്ങനെ ഒരു കുറിപ്പ് ആവശ്യപ്പെട്ട് വെച്ചത്. ഇന്നിപ്പോ താനെ റോൾ മോഡലാക്കണം, താനെ ഉയർത്തിക്കാട്ടി ഒരു എക്സാമ്പിൾ ആക്കി മുന്നിൽ വെച്ച് മലപ്പുറം വിഭജനം അതിനെതിരെ ശബ്ദിക്കുന്നവർ 2014 ഈ താനെ വിഭജിച്ച് പൽഗാറിനെ മറ്റൊരു ഡിസ്ട്രിക്റ്റായി 36ാമത്തെ ജില്ലയായി മഹാരാഷ്ട്രയിൽ വിഭജിക്കപ്പെട്ടതാണ് എന്നുള്ള കാര്യം അവിസ്മരിച്ചുകൂടാ. അപ്പൊ മെയ് 7 ദിലീപ് കൈനിക്കരയുടെ കുറിപ്പ് ഇപ്രകാരമായിരുന്നു: ഇനിയിപ്പോൾ 2029 വരെ ഇലക്ഷൻ ഇല്ലാത്ത 3 വർഷങ്ങളാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. പല കോണുകളിൽ നിന്നും ഷോർട്ട് ടൈം എതിർപ്പുണ്ടാകാൻ സാധ്യതയുള്ള, എന്നാൽ കേരള സമൂഹത്തിന് അത്യന്താപേക്ഷിതവും ഗുണകരവുമായ കുറച്ച് റീഫോംസ് കൊണ്ടുവരാൻ പറ്റിയ അവസരമാണ് പുതിയ സർക്കാരിന്. എന്റെ ഒരു വിഷ് ലിസ്റ്റ് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4, 5, 6, 5 എന്ന് പറഞ്ഞ് ഇങ്ങനെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങള് പങ്കുവെക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് പെൻഷൻ പ്രായം ഉയർത്തുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ല വിഭജിക്കുക, ആൻഡ് മേ ബി അതർ ബിഗ് ഡിസ്ട്രിക്ട് ടു. ഒരു 7 നിയമസഭാ മണ്ഡലങ്ങൾ, 1 ലോക്സഭാ മണ്ഡലം ആണ് ഒരു ജില്ലയുടെ ഐഡിയൽ സൈസ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സാമ്പത്തിക ചെലവുള്ള സംഗതിയാണ്. ബട്ട് the consequent improvement is in administrative ease എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൻഡ് പബ്ലിക് കൺവീനിയൻസ്. അതിന് കാരണം അദ്ദേഹം പറഞ്ഞത് ഈ ജില്ല വിഭജിക്കണം. ഒരു ജില്ല എന്ന് പറഞ്ഞാൽ 7 അസംബ്ലി മണ്ഡലങ്ങളും 1 ലോക്സഭാ മണ്ഡലങ്ങളും, അത്രയേ വിസ്തീർണം ഉണ്ടാകാൻ പാടുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ട് താൻ അത് പറയുന്നു? അതിനുള്ള ന്യായം എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ്ങും പബ്ലിക് കൺവീനിയൻസുമാണ്. വളരെ കൃത്യമാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തില് ഇപ്പോ ഏറ്റവും ഞാനൊരു സിംപിളസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഈ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഈ +1 അഡ്മിഷൻ ഒക്കെ ഏകദേശം പൂർത്തിയായി നിൽക്കുന്ന ഒരു ഘട്ടമാണല്ലോ. ഈ ഘട്ടത്തിൽ നിങ്ങൾ നോക്കൂ, കേരളത്തിലെ 14 ജില്ലകളിൽ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് ഉള്ളത്. ഇനി ഇതിപ്പോ ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ, ഇനി ആരോഗ്യ മേഖലയിൽ 2020 അല്ലെങ്കിൽ 2021 കോവിഡ് ഇങ്ങനെ കത്തി നിന്നപ്പോ ഈ വാക്സിൻ വിതരണത്തിന്റെ ഘട്ടത്തില് ഒരു കാര്യം ഉണ്ടായിരുന്നു. വാക്സിന്റെ ഈ പറയുന്ന എമൗണ്ടുകൾ ഇങ്ങനെ കേരള സർക്കാർ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോ അന്ന് ഈ പറയുന്ന ഏറ്റവും പോപ്പുലേഷൻ ഉള്ള, ഏറ്റവും ജനസംഖ്യയുള്ള മലപ്പുറത്തിന് നൽകിയത് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേരളത്തിലെ മറ്റു ജില്ലകൾക്ക് നൽകുന്ന ആനുപാതത്തിലായിരുന്നു മലപ്പുറത്തിന് അന്ന് വാക്സിൻ നൽകിയത്. പിന്നീട് അത് പ്രതിഷേധങ്ങളും ബഹളങ്ങളും ഒച്ചപ്പാടുകളും ഒക്കെ ഉയർന്നതിന് ശേഷം അത് വർദ്ധിപ്പിച്ചു. അതൊരു മറ്റൊരു കാര്യം. പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ മറ്റുള്ള ജില്ലകൾക്ക് നൽകുന്ന, മറ്റുള്ള ജില്ലകളുടെ ആനുപാതമായിട്ടുള്ള അതേ ഒരു എന്താ പറയേണ്ടത് കണക്കിലുള്ള ഒരു എമൗണ്ട് ഓഫ് വാക്സിൻ ആണ് മലപ്പുറത്തിന് നൽകിയത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഈ 2 കാര്യങ്ങൾ നോക്കിയാൽ മതി.
ഈ ജനസംഖ്യ വർധനവ് അല്ലെങ്കിൽ പോപ്പുലേഷനിൽ ഇത്രയധികം പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് മലപ്പുറത്ത് ഈ പറയുന്ന പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. ഈ സർവീസുകൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്തോ അലക്കാ, ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ആ ജനങ്ങൾക്ക് ഈ പബ്ലിക് സർവീസുകൾ കയ്യെത്തും ദൂരത്ത് എത്തുന്നില്ലെങ്കിൽ, കിട്ടുന്നില്ലെങ്കിൽ അവിടെ ഈ പറയുന്ന അതിനുള്ള ഒരൊറ്റ കാരണം ഇതേ ഉള്ളൂ. മലപ്പുറത്ത് എന്തുകൊണ്ട് ഇങ്ങനെ അപര്യാപ്തത വരുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ എന്താണ്? അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോപ്പുലേഷന്റെ ആധിക്യം, രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ജിയോഗ്രഫിക്കൽ ഏരിയ, ഇതൊക്കെയാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അത് തന്നെയാണ് സബ് കളക്ടർ ആയിട്ടുള്ള ദിലീപ് കൈനിക്കരയും പറയുന്നത്. ഈസ് ഓഫ് ഡൂയിങ്ങിനും പബ്ലിക് കൺവീനിയൻസിനും വേണ്ടിയിട്ട് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഈ പറയുന്നത് ഗവൺമെന്റ് പബ്ലിക് സർവീസുകൾ അവരിലേക്ക് എത്തണമെങ്കിൽ ഇത് വിഭജിച്ചേ മതിയാകും. നിങ്ങളൊന്ന് ആലോചിക്കും, 16 ഒരു ഐഡിയൽ ഡിസ്ട്രിക്റ്റിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് 7 അസംബ്ലി മണ്ഡലങ്ങളും 1 ലോക്സഭാ മണ്ഡലമാണെങ്കിൽ മലപ്പുറത്ത് അത് എന്താണ് 16 അസംബ്ലി മണ്ഡലങ്ങളാണ്, 2 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ആലോചിക്കണം. അപ്പൊ വളരെ കൃത്യമായിട്ട് ഇത് വിഭജിക്കണം എന്നുള്ള കാര്യത്തില് അപ്പൊ ഇന്ന് ഈ ഒരു കുറിപ്പ് ഈ പറയുന്ന ചാനൽ ചർച്ചയിലെ വിഡ്ഢിത്തരം കേട്ടിട്ട് ദിലീപ് കൈനിക്കര പങ്കുവെച്ച കുറിപ്പില് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. ആ ഒരു സെന്റൻസ് വലിയ വലിയ കാര്യമുള്ളതാ. എന്താണത്? അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അക്കാദമിക് ചർച്ചയാണ് ഇതിന് ആവശ്യം. അതാണ് ഈ പറയുന്ന 24-ൽ നടന്നിരിക്കുന്ന ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ചങ്ങാതിയുടെ നേതൃത്വത്തിൽ നടന്നത് ഒരു കൺസ്ട്രക്റ്റീവ് അല്ല, അത് അക്കാഡമിക്കുമല്ല. മനസ്സിലായില്ലേ? ഈ വെട്ടിത്തരങ്ങൾ വിളിച്ചു പറയുന്നതിനെ കൺസ്ട്രക്റ്റീവ് ആൻഡ് അക്കാഡമിക് ഡിബേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് വസ്തുതകൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള ചർച്ചയാവണം. അപ്പോഴാണ് അത് കൺസ്ട്രക്റ്റീവ് ആകുന്നത്, അത് അക്കാഡമിക് ആകുന്നത്. പച്ച നുണ വിളിച്ചു പറഞ്ഞാൽ അതെങ്ങനെയാ? അപ്പോ അങ്ങനെയല്ല ചർച്ചകൾ കൊണ്ട് ഇതുകൊണ്ട് കാര്യമില്ല. ഇത് ഇപ്പൊ ചാനലുകാർക്ക് അവരുടെ റേറ്റിംഗ് ഉണ്ടാക്കാൻ അവർക്ക് എന്തും, ചാനലുകാർ ഇപ്പൊ അതാണല്ലോ ചിന്തിക്കുന്നത്, നമുക്ക് എങ്ങനെ റേറ്റിംഗ് ഉണ്ടാക്കാം. ആ റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചനുണകളാണ് വിളിച്ചു പറയുന്നത്. നിങ്ങൾ നോക്കൂ, ചാനൽ ചർച്ചകളിൽ എല്ലാത്തിലും നിങ്ങൾ നോക്കൂ, ചാനൽ ചർച്ചകൾ മൊത്തം നുണ വിളിച്ചു പറയുന്ന, ഏറ്റവും നന്നായിട്ട് നുണ വ്യാജങ്ങൾ വിളിച്ചു പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിയുന്ന ആളുകളെയാണ് ചാനൽ ചർച്ചകൾക്ക് വിളിക്കുന്നത്. വസ്തുതയുടെ ഒരു അടിസ്ഥാനവുമില്ലാത്ത വ്യാജങ്ങൾ പടച്ചുവിടുന്ന കേന്ദ്രങ്ങളാണ് ചാനലുകൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇതിന് നോക്കൂ നിങ്ങള്, ഇപ്പൊ ഈ പറയുന്ന മറ്റാര് ഇപ്പൊ ഈ ഡിബേറ്റിന്റെ ഭാഗമാകുന്ന ആളുകൾക്കൊന്നും ഈ കാര്യങ്ങളിൽ വിവരമില്ലെങ്കിലും ഇത്തരം വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോ മോഡറേറ്റർ അല്ലെങ്കിൽ ആങ്കർ എന്നൊക്കെ രീതിയിൽ നിൽക്കുന്ന വ്യക്തി അതിനെ ഖണ്ഡിക്കാൻ തയ്യാറാവണ്ടേ? അതല്ലേ ഒരു ഡിബേറ്റ് എന്ന് പറയുന്നത്. പച്ച നുണ വിളിച്ചു പറയുമ്പോ തലയാട്ടിക്കൊണ്ട് അതിനെ ശരിവെക്കുന്ന ഒരു ആങ്കറും ഒരു ഡിബേറ്ററും അതെങ്ങനെ ശരിയാകും? അപ്പോ ശ്രീകണ്ഠൻ നായരുടെ ചർച്ച നെവർ എവർ, അത് പല വിഷയത്തിലാ. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ എല്ലാ ദിവസവും ഈ പറയുന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും ഓരോ വിഷയത്തിലും നിങ്ങൾ ചർച്ച നോക്കൂ, അതിന്റെ ഒരു 80% പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമായിട്ടുള്ള വാദങ്ങളായിരിക്കും, അടിസ്ഥാനമില്ലാത്ത വാദങ്ങളായിരിക്കും. ഒരു 20% റിയാലിറ്റിക്കൊപ്പം നിന്നുകൊണ്ടുള്ള വാർത്തകൾ ഉണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചർച്ചയിലെ വാദങ്ങൾ 20% മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. 80% പച്ച നുണകളും വ്യാജങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളുമാണ്. യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത വാദങ്ങൾ ഉന്നയിക്കുക, എന്നിട്ട് അതിന് തലയാട്ടി സമ്മതം മൂളുക. ഇതാണ് ശ്രീകണ്ഠൻ നായരുടെ ചർച്ചയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നിങ്ങളൊന്നാലും താനെ ഉയർത്തി കാണിക്കുന്നവര് താനെ 2014 വിഭജിക്കപ്പെട്ടതാണ്, വിഭജിച്ചിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ വിഭജിക്കാൻ പല ജില്ലകളും ഉണ്ടാകും നമ്മുടെ രാജ്യത്ത്. അപ്പൊ അതൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ ചെയ്യണ്ട എന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ബേസിക് ഒന്ന് മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിൽ വിഭജിക്കപ്പെടുകയാണെങ്കിൽ ആദ്യം വിഭജിക്കപ്പെടുക മലപ്പുറമാണ് എന്നുള്ളത് നല്ല ബോധ്യമുള്ളത് കൊണ്ടും, വിഭജിക്കപ്പെട്ടാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വ്യക്തി, ഇപ്പൊ നിങ്ങൾ കണ്ട വ്യക്തി, ഈ പറയുന്ന അഭിഭാഷകനോ അങ്ങനെ എന്തോ ആണ്, ഇവന്റെ വർത്താനം കേട്ടാലേ തോന്നുന്നെന്താ,
ഇവന്റെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളതാ. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിക്കണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ജില്ല മലപ്പുറം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മലപ്പുറം ജില്ലയിൽ നിന്നാണല്ലോ കേരളത്തിലെ ഈ പറയുന്ന ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നതും ആ ജില്ലയിൽ നിന്ന് തന്നെയാണല്ലോ, അല്ലേ? സ്വാഭാവികമല്ലേ? പോപ്പുലേഷൻ കൂടുന്നു, ജിയോഗ്രഫിക്കൽ ഏരിയ കൂടുന്നു. ഇതൊക്കെ കൂടുമ്പോ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന റവന്യൂ ഉണ്ടാക്കുന്നതും ആ ജില്ലയിൽ നിന്നാണ്. അപ്പൊ ആ ജില്ല വിഭജിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര വലിയ മൂലം കടച്ചില് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിന് ഉദാഹരണമായിട്ട് കൊണ്ടുവരുന്നത് ഒരിക്കലും തീരെ ഒരു രീതിയിലും പ്രൊഡക്റ്റീവ് അല്ലാത്ത, അക്കാഡമിക് അല്ലാത്ത, കൺസ്ട്രക്റ്റീവ് അല്ലാത്ത തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ വാദങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നുള്ളതും വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ്.